മുത്തുമണീസ് മക്കളെ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ ഒഫീഷ്യലി കയറാൻ പോവാണ്. പലർക്കുള്ള ടെൻഷനാണ്, സാർ ഒരുപാട് മാറ്റങ്ങൾ അല്ലേ, SLCയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, ഈ മാറ്റങ്ങളൊക്കെ SLC എക്സാമിൽ ഉണ്ടാവുമോ, SLC എക്സാം പാടാവോ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് തന്നെ ആകെ മാറി അല്ലേ. ചില സബ്ജക്റ്റിൻ്റെയൊക്കെ സിലബസ് എൻറ്റയർലി മാറി, ചിലതൊക്കെ എന്താണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ എക്സാമിൽ ഉണ്ടാവില്ലേ സാർ? ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും മക്കളെ. എക്സാം ടൈറ്റ് ആവോ അതുപോലെ തന്നെ സിമ്പിൾ ആവോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഗവൺമെന്റ് ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, 20% ക്വസ്റ്റ്യൻ, ഏത് എക്സാം ആയിക്കോട്ടെ 20% ക്വസ്റ്റ്യൻസ് A+കാരെ പിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നന്നായിട്ട് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വേർഡ് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ എടുക്കണം. കാരണം എക്സാമിന്റെ തലേന്ന് പോയിട്ട് ആ ഒരു വേർഡ് നോക്കി പഠിച്ചിട്ട് 20% പഠിച്ചിട്ട് കാര്യമില്ല. എത്ര പഠിച്ചാലും ബാക്കിയുള്ള 80% പഠനേ ആവുള്ളൂ. ആ 20% നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം മക്കളെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കിയുള്ള 80% നമ്മൾ റിവൈസ് ചെയ്താലും ഷോർട്ട് നോട്ട് ആക്കിയാലും ഒക്കെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഈ ബാക്കിയുള്ള 20% ഒരു A+കാരനെ തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ പഠനം. അപ്പൊ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ, ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാം, എങ്ങനെ ഓരോ സബ്ജക്റ്റുകളും SS ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമുകൾ, ഓണം എക്സാം എന്നായിരിക്കും, ക്രിസ്മസ് എക്സാം എന്നായിരിക്കും, ഇതിനൊക്കെ എന്തൊക്കെ സിലബസ്, ഏതൊക്കെ ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കും, എങ്ങനെയൊക്കെ പഠിച്ചാൽ അതിന് മാർക്ക് കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വെബിനാർ എന്ത് ചെയ്യാൻ പോവാണ്. നമ്മൾ നാളെ കൃത്യം 7:30 നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ വിചാരിക്കും സാർ ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻസിന് മാത്രമാണോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എക്സാമിനോ ഫാമിലി സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ SLCയിലെ സ്റ്റുഡൻ്റ് ആണോ, അത് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ. ധൈര്യമായിട്ട് വരിക. ഒപ്പം പാരൻറ്റും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പാരൻസിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. കാരണം SLCയിൽ ഒരു കുട്ടിക്ക് A+ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരൻസിൻ്റെ ചെറിയൊരു ഹാർഡ് വർക്കും കൂടി അതിലുണ്ട്. നമ്മൾ സ്വന്തമായിട്ടുള്ള ഹാർഡ് വർക്കല്ല, അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പാരൻസിനെയും കൂട്ടിയിട്ട് നമ്മുടെ നാളെ കൃത്യം 7:30 വെബിനാറിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പല കാര്യങ്ങളും പല ടിപ്പുകളും എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്, പല ഡൗട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് പക്കാക്കി തരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് സാർ ഇതിലേക്ക് പങ്കെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. അത് ഫില്ല് ചെയ്യുക. അതിൽ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക, വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സമയമാകുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ലിങ്ക്, നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. ആ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഉണ്ട്, SLCയുടെ ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ SLC ആയിട്ട് റിലേറ്റഡുള്ള ന്യൂസുകളും കാര്യങ്ങളും വീഡിയോസും ഒക്കെ അതിലാണ് വരിക. അപ്പോൾ അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മക്കളെ ഒരു കുറച്ച് സമയമുണ്ട്, ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ 30 മിനിറ്റ് കൊണ്ട് എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി തരും. പ്ലസ് ഇപ്രാവശ്യം SLCയിൽ ഫുൾ A+ അടിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മുടെ ലക്ഷ്യ ബാച്ചിലൊക്കെ പഠിച്ച് നന്നായിട്ട് എങ്ങനെയാണോ പഠിച്ച് അടിപൊളിയായിട്ട് SLCയിൽ ഫുൾ A+ അടിച്ചിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. എക്സ്പീരിയൻസ് അല്ലേ മക്കളെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച കുറച്ച് കുട്ടികളുണ്ട്. അവരെയും നമ്മൾ എന്ത് ചെയ്യും, ആ വെബിനാറിൽ കൊണ്ടുവരുന്നിട്ട് അവരുടെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോഴേ അതൊക്കെ നമ്മൾ കേട്ട് നമ്മളതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോം ചെയ്ത് വെച്ചാൽ മക്കളെ അടിപൊളിയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും നാളെ കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. വീണ്ടും ഞാൻ പറയുന്നു, SLCയിൽ ഫുൾ A+ അടിച്ചെടുക്കാൻ പോകുന്ന മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്.